ഹായ് നമസ്കാരം. നമ്മുടെ ആയുർ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ അബൂബക്കർ കുന്നുമ്മൽ വണ്ടൂർ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വായ്പുണ്ണിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളിൽ പലർക്കും ചിലപ്പോൾ തുടർച്ചയായിട്ടൊക്കെ വായിലോ നാവിലോ ചുണ്ടിലോ ഒക്കെ മുറിവുകൾ ഉണ്ടാവാറുണ്ട്. കുരുവായിട്ടോ അല്ലെങ്കിൽ വ്രണങ്ങളായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ ചുവന്ന നിറത്തിലെ പാടുകളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അപ്രത്യക്ഷമാകാറും ഉണ്ട് പലർക്കും. അപ്പോൾ ഇതിൽ പലതും പല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും സാധാരണയായി കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് വയറിൽ സ്തംഭനോ ഉണ്ടാവുക, അല്ലെങ്കിൽ വയറിൽ ആസിഡിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് സുഖമാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തന്നെയാണ്. അതായത് എളുപ്പം ദഹിക്കുന്ന ഫുഡ് കഴിക്കുക, അതുപോലെ ആസിഡിറ്റി ഇല്ലാത്ത ഫുഡ് കഴിക്കുക, അതിൽ വയറ്റിൽ നിന്ന് പോകുന്ന ടൈപ്പ് ഫുഡ് കഴിക്കുക. അപ്പോൾ വയറ്റിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് വയറ്റിൽ നിന്ന് പോവുക. അതായത് പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിച്ചാൽ, പച്ചക്കറികളോ ഇലക്കറികളോ കൂടുതൽ കഴിച്ചാൽ വയറ്റിൽ നിന്ന് പോകും. അങ്ങനെ ആകുമ്പോൾ ഈ കാരണം കൊണ്ട് വരുന്ന പുണ്ണുകൾ നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ അസിഡിറ്റി വരാതിരിക്കാൻ പറ്റിയ ദഹനം എളുപ്പം ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോഷകങ്ങളിൽ സംഭവിക്കുന്ന ചില കുറവുകളാണ്. പ്രത്യേകിച്ചും ചില വിറ്റമിൻ്റെ കുറവ് കൊണ്ട് വരാം. വിറ്റമിൻ ബി, അതുപോലെ ചിലപ്പോൾ സി കൊണ്ടിൻ്റെ കുറവ് കൊണ്ടും വരാറുണ്ട്. അതുമല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം ഭക്ഷണത്തിൽ കുറയുക, അല്ലെങ്കിൽ സിങ്കിൻ്റെ അംശം ഭക്ഷണത്തിൽ കുറയുക, ഇതുകൊണ്ടൊക്കെ പുണ്ണുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉപയോഗിക്കണം. അപ്പോൾ വിറ്റമിൻ ബി കൂടുതലുള്ളത് പഴങ്ങളിലാണ്. അതുകൊണ്ട് പഴങ്ങൾ എപ്പോഴും നമ്മൾ കൂടുതൽ കഴിക്കണം. എല്ലാ പഴങ്ങളിലും വിറ്റമിൻ ബി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഴപ്പഴമായാലും ആപ്പിളായാലും കർമൂസായാലും ഇതുപോലെ ഇതിലൊക്കെ വിറ്റമിൻ ബി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചാൽ മാത്രമേ ഈ കാരണം കൊണ്ട് വരുന്ന പുണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മളെ ഈ പറഞ്ഞ അയണും സിങ്കൊക്കെ നമ്മൾ ഇലക്കറികളിലൊക്കെ, ചീര ഇലയിലും മുരിങ്ങ ഇലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ കാരണം കൊണ്ട് വരുന്ന പുണ്ണുകൾ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാണ് സാധാരണയായി കണ്ടുവരുന്ന രണ്ട് പുണ്ണുകൾ. ഇതുകൊണ്ട് നമ്മൾ ദഹന സംബന്ധമായ പ്രശ്നം കൊണ്ട് വരുന്നതും പോഷകങ്ങളുടെ കുറവ് കൊണ്ട് വരുന്നതും. പിന്നെ നമുക്കറിയാം, ചില ഫുഡ് സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതായത് ചില ഭക്ഷണങ്ങൾ നമ്മൾ ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ക്ഷാരാംശം കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വായിൽ പൊള്ളി മുറിവുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ പുളിയുള്ള, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് മാങ്ങയുടെ കാലമാണ്. പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിൽ മുറി ഉണ്ടാവാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ സോപ്പൊക്കെ എടുത്ത് കടിക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് മുറിവുകൾ സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമുക്കറിയാം, നമ്മളെ ഈ മാനസികമായ ചില പ്രശ്നം കൊണ്ടൊക്കെ വായിൽ പുണ്ണുണ്ടാവാറുണ്ട്. അത് കൂടുതൽ ടെൻഷൻ കൂടിയാൽ വരും. അതുപോലെ ഉറക്കം കുറഞ്ഞാലൊക്കെ വായിൽ പുണ്ണ് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് വലിയ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ. അതായത് ബാക്ടീരിയ, വൈറസോ ഫംഗസോ ഒക്കെ കാരണം കൊണ്ട് വരും. ഇത്തരം ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന വായിൽ പുണ്ണിന് വിദഗ്ധ ചികിത്സകൾ ആവശ്യമാണ്. പിന്നെ ചില ഹോർമോൺ പ്രശ്നം കൊണ്ടൊക്കെ വായിൽ പുണ്ണ് ഉണ്ടാവാറുണ്ട്. സ്ഥിരമായിട്ട് മാസമുറയുടെ സമയത്തൊക്കെ ഹോർമോണിൻ്റെ പ്രശ്നമുള്ള സ്ത്രീകൾക്കൊക്കെ വായിൽ പുണ്ണ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വായിൽ പുണ്ണിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത അതായിട്ട് വരുന്നവരെ നമസ്കാരം. എല്ലാവർക്കും നന്ദി.